ബോസിൻ്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ്. ഇന്നും രേണു സുധിയെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു കാര്യം അറിയാം, നിങ്ങൾ പല ആൾക്കാരും ഈ ഒരു ടോപ്പിക്ക് കണ്ട് വെറുത്ത് കാണുമായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവർ കാട്ടിക്കൂട്ടുന്ന ഓരോ പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ വേറെ ഒരു വഴിയുമില്ല. എന്തായാലും സംഭവത്തിലോട് വന്നു കഴിഞ്ഞാൽ രേണുസുധി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. അതായത് അച്ഛൻ്റെ വക്കീൽ നോട്ടീസ് കൈപ്പറ്റി എന്നും പറഞ്ഞിട്ട് അച്ഛനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളും പിന്നെ ഫിറോസിക്കയെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫിറോസിക്കയെ പറ്റിയിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഫിറോസിക്കയെ നല്ല സുഹൃത്തുക്കളായിരുന്നു. വാട്സാപ്പിലൂടെ ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങൾ ഫോൺ വിളിക്കാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഇത് കേൾക്കുന്ന ആൾക്കാർ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്? വേറെ ഒരു അർത്ഥത്തിലേ ചിന്തിക്കത്തുള്ളൂ. കാര്യം ഒരു സ്ത്രീ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്നതാണ്. എക്സാമ്പിൾ ഈ ഷിംജിത എന്ന് പറയുന്നത് അവൾ കാട്ടിക്കൂട്ടിയ പരിപാടി നിങ്ങൾക്ക് അറിയാമല്ലോ. അനാവശ്യമായിട്ട് ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സമൂഹത്തിന് മുന്നിലിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പൊ ആ ഒരു മനുഷ്യൻ നിലവിൽ ജീവിച്ചിരിപ്പില്ല. അപ്പം ഈ രേണു ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഈ ഫിറോസിക്കും ഫാമിലിക്കും ഇത് എന്തുമാത്രം എഫക്ട് ചെയ്യും? പുള്ളിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഇല്ലേ? ആൾക്കാരിത് വേറൊരു കണ്ണിലല്ല കാണത്തുള്ളൂ. രേണുവിനെ സംബന്ധിച്ച് രേണുവിന് യാതൊരു ബോധവുമില്ല. രേണു ഇത് മനഃപൂർവ്വം ജനങ്ങളുടെ ഇടയിലോട്ട് ഇട്ട് കൊടുത്തതായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിൽ വരെ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഞാനിവിടെ സൈഡിൽ ആ ന്യൂസ് ഷെയർ ചെയ്യാം. ഇക്കയും ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ട് രേണുസുധി. ഇക്ക മറന്നാലും ഞാൻ ആ മെസ്സേജ് ഒന്നും മറക്കില്ല. അതെന്താണ് അതിൻ്റെ മീനിങ്? ഇതൊക്കെ കാണുമ്പം ആൾക്കാർ ചിന്തിക്കുന്നത് ഇവർ രണ്ടുപേരും എന്തോ വാട്സാപ്പിലൂടെ നല്ല ചാറ്റിങ്ങും എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടായിരുന്നുവെന്നേ കൺഫേം ആയിട്ട് ചിന്തിക്കത്തുള്ളൂ. തന്നെ തെറി വിളിച്ച ഫിറോസിന് രേണുവിൻ്റെ മറുപടി. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ന്യൂസുകളുണ്ട് പല പല ചാനലുകളിൽ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഫിറോസൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. 7-8 മിനിറ്റുള്ള ഒരു വോയിസ് ആണ്. ഞാൻ ആ വോയിസ് ഇവിടെ വയ്ക്കാം. ആ വോയിസ് വയ്ക്കുന്നതിന് മുന്നേ രേണുവിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഞാനിവിടെ സൈഡിൽ കാണിക്കാം. എൻ്റെ അവസ്ഥ വിവാദലയം, അതായത് സുധിലയം എന്ന് പറയുന്ന പേരങ്ങ് മാറ്റിയിട്ട് വിവാദലയത്തിലോട്ടാക്കി. ഇവരുടെ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളൊക്കെ കാണുമ്പോഴാണ് ആരായി കഴിഞ്ഞാലും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർക്ക് വിവാദലയമായി, പിന്നെ ഇവർക്ക് ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത് കുറച്ചിലായി. എന്താ പറയേണ്ടത്? അല്പന് ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുന്ന അങ്ങോട്ട് പറഞ്ഞിട്ട് ചൊല്ലുണ്ടല്ലോ, അതാണ് ഇവരുടെ അവസ്ഥ. ഇപ്പോൾ അത്യാവശ്യം നല്ല പൈസയായി കാര്യങ്ങളായി. ഇപ്പോൾ അവർക്ക് ആ ഒരു വീടൊക്കെ വളരെ ചെറിയ വീട്, അവർക്ക് ഭയങ്കര കുറച്ചിലായിട്ടൊക്കെയാണ് അവർക്കിപ്പം തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ സുധിലയം എന്നൊക്കെ പേര് മാറ്റിയിട്ട് വിവാദലയം എന്നും പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ വിവാദം ഉണ്ടാക്കിയത് ആരാണ്? ഇവരൊറ്റ ഒരുത്തിയാണ് വിവാദം ഉണ്ടാക്കിയത്. എന്നിട്ട് ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ എഴുതാനായിട്ട്? എന്തായാലും നമുക്ക് ഫിറോസൊക്കെ പറഞ്ഞ ആ വോയിസ് ഒന്ന് കേൾക്കാം. വിവി, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തി നിൽക്കല്ലേ, രേണുസുധി അതേപോലെ ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം കേട്ടോ, രേണുസുധി പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്ന്, നല്ല സൗഹൃദമായിരുന്നു, സൗഹൃദമുള്ള സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ മറന്നു കഴിഞ്ഞാലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത്. സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം, നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ, അതൊന്നും മറന്നു പോകരുത്. നമ്മളൊരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ചാറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ചില കാരണം ചില ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികമല്ല, ഞാൻ ലൈഫിൽ 1-2 തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചുള്ളത്. അത് ഹൗസ് വാമിങ്ങിന് ശേഷമാണ് ഒരിക്കൽ സംസാരിച്ചുള്ളത്. ഒരു പക്ഷേ ഹൗസ് വാമിങ്ങിൻ്റെ മുമ്പായിരിക്കും ഒരിക്കൽ സംസാരിച്ചത്. ഹൗസ് വാമിങ്ങിന് ശേഷം സംസാരിച്ചുള്ളത് ഐ തിങ്ക് രേണുമായിട്ടല്ല, രേണുമായിട്ട് സംസാരിച്ചു, രേണുവിൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചു, പിന്നെ രേണുവായിട്ട് സംസാരിച്ചു. അതൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് രേണു ആക്സെപ്റ്റ് ചെയ്താണ്. അത് ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം പോയപ്പോൾ 15,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് നമ്മളെ കെയർ ഓഫിൽ ഹോം ടൂർ എടുക്കാൻ പോയതാണ്. ആ സമയത്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചാൽ ഞാനത് അവർക്കൊരു പെർമിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ വേണം, അല്ലാതെ കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 10-20 ലക്ഷം രൂപയുടെ വീടുണ്ടാക്കി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത, നല്ലതെന്ന് പറയാൻ വയ്യ, ഇപ്പോൾ ആൾക്കാരത് ആകെ അലമ്പാക്കിയിട്ടിരിക്കുകയാണ് അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിലെ കംപ്ലൈൻറ്റ് കാരണം. ഓക്കെ, എനിവേ, ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഹോം ടൂർ എടുക്കാൻ പോയപ്പോൾ 15,000 രൂപ എന്നാലേ ആ വീട്ടിലേക്ക് അവരെ നിങ്ങൾ പറഞ്ഞാൽ ആൾക്കാരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞതിനാണ് രണ്ടാമത് സംസാരിച്ചത്. അതിൻ്റെ മുന്നൊരിക്കൽ സംസാരിച്ചിട്ടുള്ളൂ. കൂടുതലും ഞാൻ ഇവരുമായിട്ട് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാറ്. അത് പല ഡിസ്കഷൻ ഉണ്ടാവും. വീടിൻ്റെ
ഓരോ അവരുടെ സജഷൻസും നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ പല സ്റ്റേജിലും അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ വീടുണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. അവരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ. സംഗതി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും അവരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ദോ ആ വീടിൻ്റെ പേര് ഇടൽ ത്തിന് പോലും ഞാൻ അവരുടെ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ സുധിലം എന്നുള്ള പേര് ഒരു 4-5 പേർക്ക് അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ഫൈനലായിട്ട് ഇങ്ങനെ സുധിലയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്, അത് വെച്ചോളാൻ പറഞ്ഞു. പിന്നെ അതിൽ നമ്മുടെ ഒരു എന്താണ് ഡിസൈൻ ബൈ KHDC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നുണ്ട്, അതിന് കുഴപ്പമുണ്ടാവില്ല, അത് വെച്ചോളൂ നിങ്ങളല്ലേ ഉണ്ടാക്കി തന്നെ. തീർച്ചയായിട്ടും അത് പല ആൾക്കാരും അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അന്ന് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, സുരേഷ് ഗോപി, അതേപോലെ 24 ചാനൽ, അങ്ങനെ കുറേ ആൾക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ്, 24 ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കയറി നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ, നിങ്ങൾക്ക് പണി കിട്ടണം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ ഇവരെ ചില ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ പൊട്ടക്കിണറ്റിലെ തവളയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് 24ൻ്റെ വീടായത് അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ വീടായത് എന്നുള്ളത് പലർക്കും അറിയില്ല. സുധി മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ വർഷം ഓരോ വീടുണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പൊ രേണുവിന് വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ പരിപാടി ഇപ്പൊ സ്റ്റോപ്പായി. അതോടുകൂടെ എല്ലാം നിന്ന്. പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് പബ്ലിക്കിൻ്റെ നിന്ന് പൈസ പിരിച്ചെടുത്ത നാട്ടുകാരെ പൈസ. ഇത് നാട്ടുകാരെ പൈസ ഒന്നുമല്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊരു ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ നിന്ന് പിരിച്ചെടുത്ത് ഞങ്ങൾ എടുക്കുന്ന പൈസയാണ് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ അക്കൗണ്ട്സ് എന്ന് പറയാൻ 3 ആൾക്കാർ, ഈവൻ ഞാൻ പോലും ആ അക്കൗണ്ട് ഹോൾഡർ അല്ല, 3 ആൾക്കാരാണ് ഇതിൻ്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഐ മീൻ 3 ആൾക്കാരെ കൂടെ അക്കൗണ്ട് എടുക്കില്ലേ, ജോയിന്റ് അക്കൗണ്ട്, അങ്ങനെ എടുത്തിട്ടുള്ള അക്കൗണ്ടാണ് ഇതുള്ളത്. ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുക. ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി എന്താണ് അത് ഇതെന്ന് പറയാം തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ ചുമ്മാ വെറുതെ ഒരു ആരോപണം മാത്രമാണ്. പിന്നെ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല. എനിക്ക് നാട്ടുകാരെ പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പൈസ എടുത്ത് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും വാങ്ങിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം വരെ എനിക്ക് പൈസ കിട്ടിയിരുന്നതാണ്. ഒരു 40,000 രൂപ 50,000 രൂപ വരെ എനിക്ക് ചില മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില മാസം 60,000 കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന്. ഈ പൈസയൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് പഴയ പോസ്റ്റുകൾ നോക്കിയാൽ ആർക്കെങ്കിലും ഇങ്ങനെ കുറച്ച് ഈ മാസം കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ, മരുന്ന് വാങ്ങിക്കാനോ മറ്റുള്ളതിന് ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആൾക്കാർ കോൺടാക്ട് ചെയ്യും, ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നാട്ടുകാരിൽ നിന്ന് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ പിച്ചച്ചട്ടിയിൽ എന്താ പറയുക കൈയിട്ട് വരുന്ന പോലെ വാങ്ങിയിട്ട് ജീവിക്കേണ്ട സെറ്റപ്പ് എനിക്കില്ല. നിലവിൽ എനിക്കില്ല. ഓക്കെ, ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ സൂയിസൈഡ് ചെയ്യും. അല്ലാതെ നാട്ടുകാരെ പറ്റി ജീവിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റൻഷനൊന്നും എനിക്കില്ല. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യണം. അപ്പം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടൈമിൽ ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ സമയത്തിൽ പല ടോപ്പിക്കുകളും വരാറുണ്ട്. അതേപോലെ ബിഷപ്പിൻ്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്, അതേപോലെ ഫ്ലവേഴ്സിൻ്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അല്ലാതെ നിങ്ങളീ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താണ് എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും, അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തങ്കച്ചനെ അന്ന് ഞാനത് നാറിയെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് നാറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അത് ഇത്ര വലിയ തെറിയാണോ? എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളൊക്കെ പച്ചത്തെറികൾ ഇഷ്ടം പോലെ ഇല്ലേ. ഇതൊക്കെ ഒരു മാന്യമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയുന്ന ഒരു ബേർഡാണ് ഈ നാറി എന്ന് പറയുന്നത്. ഇനി അതെൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വിളിച്ച് പറഞ്ഞു, നിങ്ങളെ വായിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. സോറി, ഞാനത് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ആൾക്കാരോട്, ഈ എന്നോട് ഇങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരോട് ഞാൻ സോറി പറഞ്ഞു, അല്ലാതെ ഈ വിളി കേട്ട അദ്ദേഹത്തിനോടല്ല. അത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ രേണു ഈ എന്തോ ചാറ്റൊക്കെ പുറത്തു വിടുന്നു പറഞ്ഞാൽ അത് കാരണം പേടിച്ചിട്ടാണ് ഇപ്പോൾ സോറി പറയുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പല അർത്ഥങ്ങൾ കണ്ട് പല മാനങ്ങൾ കണ്ട് അതിന് കഥ എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് ചിന്തിച്ചു കൂട്ടുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചാൽ സ്കൂളിൻ്റെ പടിവാതിൽ പോലും കാണാത്ത കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. സ്കൂളിൻ്റെ പടി ചവിട്ടാത്ത കുറേ ആൾക്കാർ മൊബൈലിൽ നെറ്റ് റീചാർജ് ചെയ്തിട്ട് വരുന്നത്. ഇവർക്ക് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഏതാണെന്ന് അറിയാതെ
ചുമ്മാ വന്നിട്ട് അവരുടേതായ കുറേ കമൻറ്റുകൾ എഴുതുക, അവരുടെ ഇമാജിനേഷനിൽ കുറേ കാര്യങ്ങൾ എഴുതുക. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല പൊന്നു മക്കളെ. നിങ്ങൾക്ക് വല്ല മൊബൈൽ റീചാർജ് ചെയ്യണ പൈസ ഉണ്ടെങ്കിൽ അതിട്ട് ആ റോട്ടിലിറങ്ങിയിട്ട് വല്ല ആൾക്കാർക്ക് വല്ല ഒരു നേരത്തെ ചോറ് വാങ്ങിച്ചു കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്, അതിനകത്ത് നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ്. അല്ലാതെ വെറുതെ ഈ മൊബൈൽ റീചാർജ് ചെയ്ത് വല്ലവൻ്റെയും കമൻറ്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വിടുക. ഇതൊക്കെ ഒഴിവാക്ക്. അപ്പോൾ പറഞ്ഞു വന്ന രേണുവിൻ്റെ കാര്യമാണ്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. സൗഹൃദമായിട്ടുള്ള ചാറ്റുകൾ ഉണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അതും വീട് താമസത്തിൻ്റെ ഒരു 1-2 മാസം മുന്നേ അത് കഴിഞ്ഞു. എന്താ വെച്ചാൽ അതുവരെ ആയിരുന്നു അവരായിട്ട് സംസാരിക്കേണ്ടതും അല്ലെങ്കിൽ ആ വീടിൻ്റെ ഡിസ്കഷനിലായിട്ട് അതുവരെ ഉണ്ടായിരുന്നത്. അത് ഫൈനൽ ആ വീടിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോൾ അത് അവിടെ ബ്രേക്കായി. അതിനുശേഷം രേണുവിൻ്റെ വീട്ടിൽ പോവുകയോ രേണുവുമായിട്ട് സംസാരിക്കുകയോ രേണുവുമായിട്ട് ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ രേണുവിൻ്റെ മൊബൈൽ നമ്പർ പോലും എൻ്റെ മൊബൈലിലില്ല. അത് ആ വീട് താമസം കഴിയത്തിൻ്റെ ആ സമയത്ത് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവളുടെ അച്ഛൻ്റെ നമ്പർ ഉണ്ട് തോന്നുന്നു. അയാൾ അതെന്താ വെച്ചാൽ അതും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വീടിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ആ നമ്പർ വീണ്ടും സേവ് ചെയ്ത് വെച്ചു, ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫിറോസൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? പുള്ളി അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാനും രേണുവായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്, അത് വീട്ടിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ അതിനകത്ത് വേറെ അർത്ഥങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഒരു പക്ഷേ രേണു ആ രീതിയിലായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് ഫിറോസൊക്കെ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അത് കേൾക്കുന്ന ജനങ്ങൾ വേറൊരു രീതിയിൽ ചിത്രീകരിക്കപ്പെടാം. മനസ്സിലായോ? ഇതാണ് പറഞ്ഞത്. ഇവർ മനഃപൂർവ്വം ഓരോന്ന് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിയുടെ ഫാമിലി ലൈഫിനെ എന്തുമാത്രം ഇത് അഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഭാര്യ പിണങ്ങി പോകും, അടി ഉണ്ടാക്കും എന്നല്ല കാര്യം. ഇത് അവർക്ക് സത്യം പറഞ്ഞാൽ നാണക്കേടാണ്. ഇങ്ങനെ നിങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ അവരെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും സഹിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിലൊക്കെയുള്ള തോന്നിവാസങ്ങൾ വന്ന് വിളിച്ച് പറയുമ്പം ഇവരുടെ പേരിൽ കൊണ്ടുപോയി ഡീഫമേഷന് കേസ് കൊടുക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഓൾറെഡി അച്ഛൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പുറവന് ഈ ഒരു കേസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. മനഃപൂർവ്വം രേണു ഇത് ഇട്ട് കൊടുക്കുവാണ്. രേണുവിന് വേണമെങ്കിൽ ഈ ഒരു സാധനം മാറ്റി പറയാം, ഞാൻ വേറൊരു രീതിയിലല്ല ഉദ്ദേശിച്ചത്, പക്ഷേ ആൾക്കാർ ഇത് വളച്ചൊടിക്കുവാണെന്ന് രേണുവിന് വേണമെങ്കിൽ വന്ന് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടാൽ മതി. പക്ഷേ എന്തുകൊണ്ടാണ് രേണു അത് ചെയ്യാത്തത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓരോരുത്തരുടെയൊക്കെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോർത്ത് ഇറങ്ങിത്തിരിക്കരുത്. പുള്ളി ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് വെച്ച് തന്നു, അതാണ് ഈ പുള്ളി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്തായാലും യുക്കെക്ക് സമാധാനമായല്ലേ, അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം. നമ്മുടെ സജീന വ്ളോഗ്സിൽ സജീന രേണുവിൻ്റെ കൂട്ടുകാരി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അതായത് ഞാനാണ് ഈ ഒരു ന്യൂസ് ആദ്യമേ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായത് സജീന അച്ഛൻ്റെ വീട്ടിൽ പോയതും പിന്നെ മാപ്പ് പറഞ്ഞതും ആ ഒരു വിഷയം ഞാനായിരുന്നു എൻ്റെ വീഡിയോയിലൂടെ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ സജീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രം തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ് എന്ന്. അതായത് കേസ് വിഡ്രോ ചെയ്യണം എന്നും പറഞ്ഞിട്ട് അച്ഛൻ്റെ കാല് പിടിക്കാനല്ല പോയത് എന്നാണ് സജീന പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, നിങ്ങൾ മേ ബി ആ ഒരു കാര്യത്തിനായിരിക്കാം പോയത്. പക്ഷെ പിന്നെ പറഞ്ഞ നിങ്ങൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് ആ വീഡിയോയ്ക്കകത്ത്. അതായത് ഈ അച്ഛൻ്റെയും രേണുവിൻ്റെയും വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. വന്ന് അപമാനിക്കുന്നു എന്ന രീതിയിലാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചത്, അച്ഛൻ രേണു സുധി അച്ഛനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞ തെളിവുകളോ വീഡിയോയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എങ്ങനെ എൻ്റെ ഒരു ലൈവിൽ വന്ന് ഒരു 3 മാസത്തിന് മുന്നേ ബിഷപ്പാമ്പ് എന്ന് വിളിച്ചതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് അച്ഛൻ തന്നെയാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം പോലും ഈ ബിഷപ്പ് എന്നും പറഞ്ഞൊരു പേര് പറഞ്ഞ സമയത്ത് രേണു പറഞ്ഞൊരു ഡയലോഗുണ്ട്, വിശപ്പ് വിശപ്പ് വിശപ്പെന്ന്. അതായത് അവിടെയും കളിയാക്കിയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലേ? അതോ ഇനി അത് കണ്ടിട്ടും നിങ്ങൾ അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് നടിക്കുവാണോ? അച്ഛൻ മേ ബി കണ്ട് കാണത്തില്ലായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ അച്ഛനെ അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്തിട്ടൊരു വ്യക്തി രേണുവാണ്, അല്ലാതെ വേറെ ആരുമല്ല. പിന്നെ കുറേ വ്ളോഗേഴ്സിനെയും പിന്നെ ഈ മീഡിയക്കാരെയൊക്കെ ബ്ലെയിം ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഈ മീഡിയക്കാർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്നത്? അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വേണമെങ്കിൽ രേണുവിന് സ്കിപ്പ് ചെയ്യാം, രേണുവിന് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് മാറിപ്പോവാം. പക്ഷേ രേണു അവിടെ നിന്ന് കൊടുത്ത് പിന്നെയും അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുവാണ്. അതും പോരാതെ രേണുവിൻ്റെ വീട്ടിൻ്റെ ചോർച്ചയുടെ കാര്യം ഈ മീഡിയക്കാരെങ്ങനെ അറിഞ്ഞ്? രേണു പറയാതെ ഇവരെങ്ങനെ അറിയും? അതിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇപ്പം കംപ്ലീറ്റ്ലി വ്ളോഗേഴ്സിൻ്റെയും മീഡിയയുടെയും മണ്ടലാണ് കൊണ്ടുവന്നിടുന്നത്. രേണു ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം വളച്ചൊടിച്ചത് വ്ളോഗേഴ്സാണ് എന്നുള്ള രീതിയിൽ കോമഡി തന്നെ. ഈ രേണു എന്ന് പറയുന്ന വ്യക്തി അവളുടെ ചുറ്റിനും ഇല്ല എന്താ പറയുന്നത്,
വെട്ടം കാണുന്നതിന് ചുറ്റും ഈയാൻ പറ്റകൾ ഇങ്ങനെ വട്ടം കറങ്ങുന്ന കണക്ക് ഇവിടെ പോകുന്ന എവിടെ ഉണ്ട് അവിടെ ഒരു 10-50 ചാനലുകാരുണ്ട്. അവരുടെ കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് ഇവൾ ഓരോ മറുപടി പറയുന്നത് അവളെ വായിന്ന് വീഴുന്ന പൊട്ടത്തരമാണ്. ഈ ബ്ലോഗർമാരെടുത്തിട്ട് അലക്കി അച്ഛൻ അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇത് മറിച്ച് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ഛ മാത്രം വളാക്കി എടുക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ ആ ഒരു കേസ് കൊടുക്കാനാണ് അച്ഛന് എന്താണ് ഒരു കേസ് കൊടുത്തതെന്ന് വെച്ചു. അപ്പോൾ അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അച്ഛൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ ഫോണിലേക്ക് രേണുവിൻ്റെ ചേച്ചി കോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമല്ലേ, അച്ഛനെ ഞങ്ങളത് പറയുന്നു, അച്ഛൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ ബ്ലോഗർമാരിട്ട് അച്ഛനെ പിച്ച് ചെയ്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വൃത്തികെട്ട തമ്പനയിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ ഈ രേണുവിൻ്റെ ചേച്ചി ബിഷപ്പിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളിവിടെ താമസിക്കുന്നത് കൊണ്ടോ ഞങ്ങളിവിടെ നിൽക്കുന്നത് കൊണ്ടോ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ എൻ്റെ മക്കളെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല, അങ്ങനെ ഒരു വൈഷമ്യം ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് നേരിട്ടല്ലേ പറയുന്നത്. തൊട്ടപ്പുറത്ത് കിടക്കും നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് പകരം ഞാൻ വേറെ ആൾക്കാരുടെ അടുത്ത് എന്തിനാണ് പറയുന്നത്? എനിക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നേരിട്ട് ഒന്നും പറയത്തില്ലേ എന്ന് അച്ഛൻ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ആ വോയിസ് അച്ഛൻ തന്നെ വിവിയുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വോയിസ് ആയിട്ട് അച്ഛൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, സത്യസന്ധമാണ്, അങ്ങനെ തന്നെയാണ് അച്ഛൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ നെഗറ്റീവായിട്ട് അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന രീതി. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ആ അച്ഛൻ്റെ വോയിസ് ഉണ്ടെന്ന് പബ്ലിക്കിൽ പറഞ്ഞത് ആരാണ്? നിങ്ങളെല്ലാവരും അല്ലേ പറഞ്ഞത്? അത് തന്നെ ഒരു തരം ത്രെട്ടാണ്, മനസ്സിലായോ? അതായത് പുള്ളിയുടെ സ്റ്റാഫിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് അത് ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇടും എന്നും പറഞ്ഞിട്ട് പലതവണ നിങ്ങൾ വന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അച്ഛൻ എനിക്ക് ആ ഒരു വോയിസ് തന്നത്. അതായത് ഞാനായിരുന്നു അച്ഛൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത്, അച്ഛാ അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛൻ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തുകൂടെ, ആ ഒരു വോയിസ് എനിക്ക് അയക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് ആ ഒരു വോയിസ് അയച്ച് ഞാൻ ആ വോയിസ് പബ്ലിക്കിൻ്റെ മുന്നിൽ കേൾപ്പിക്കുകയും ചെയ്തു. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ മേ ബി ഫോണിലൊക്കെ വിളിക്കുന്ന സമയത്ത് പുള്ളി മേ ബി മീഡിയക്കാരെ വ്ളോഗേഴ്സിനെയൊക്കെ കുറ്റം പറഞ്ഞ് കാണുമായിരിക്കും. അത് പുള്ളിയുടെ ഒരു മാനസികാവസ്ഥയാണ്. കാര്യം ആ ഒരു മാനസികാവസ്ഥയിലോട്ട് കൊണ്ടുവന്ന് എത്തിച്ചത് ആരാണ്? രേണു എന്ന് പറയുന്ന വ്യക്തിയാണ്, മനസ്സിലായോ? ഇപ്പം നിങ്ങൾ ആ ഒരു മനുഷ്യൻ്റെ വോയിസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് എൻ്റെ കയ്യിലുണ്ട്, ആവശ്യം വരുമ്പോൾ ഞാൻ പുറത്ത് വിടുമെന്ന് രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആ ഒരു മനുഷ്യനെ ത്രെട്ട് ചെയ്യുന്ന സമയത്ത് ആരായി കഴിഞ്ഞാലും കൊണ്ടുവന്ന് കേസ് കൊടുക്കത്തില്ലേടേ, വേറെ നിവൃത്തിയില്ല. അപ്പോൾ അച്ഛൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പുള്ളി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവരുടെയൊക്കെ വിഷമവും സങ്കടവും കണ്ടിട്ട് അവർക്ക് വീട് വയ്ക്കാനായിട്ട് സ്ഥലം കൊടുത്ത്, എന്നിട്ട് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ചീത്ത പേരാണ് കേട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു മനുഷ്യനെ പറ്റിയിട്ട് എന്തെല്ലാം അപവാദമാണ് നിങ്ങളെല്ലാവരും പറഞ്ഞത്. എന്തിന് വൃത്തികെട്ട കമൻറ്റുകൾ എടുത്ത് വെച്ചിട്ട് അത് റീഡ് ചെയ്ത് അതിലൂടെ ആ ഒരു മനുഷ്യനെ കുത്തി നോവിക്കാൻ നോക്കി അല്ലേ? എന്തെല്ലാം പ്രവൃത്തികളാണ് നിങ്ങളെല്ലാവരും ചെയ്തത്. അപ്പോൾ ഇതെല്ലാ മിസ്റ്റേക്സും കൊണ്ടുവന്ന് ബ്ലോഗേഴ്സിൻ്റെയും മീഡിയയുടെയും തലയിൽ കൊണ്ടുവന്ന് ഇടരുത്. കാര്യം നിങ്ങൾ നിങ്ങളുടെ തെറ്റ് ആദ്യമേ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നല്ല കാര്യമാണ്. അതിന് ഞാൻ പിന്നെയും നിങ്ങളെ അതിനകത്ത് ഞാൻ കളിയാക്കിയിട്ടില്ല. കാര്യം നമ്മൾ തെറ്റുകൾ ആർക്കും പറ്റാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതിലൊന്നും ഞാനും പറഞ്ഞിട്ടില്ല. ഈ വ്ളോഗർമാർക്കെതിരെ അച്ഛൻ പറഞ്ഞത് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് പറഞ്ഞത് അത് തന്നെയാണ്. കുറെ ചാനലുകാരാണ് അച്ഛനെ ഇത്രമാത്രം മോശക്കാരാക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാൻ പറ്റും. അച്ഛനല്ല സംസാരിക്കുന്നത്, അച്ഛൻ സംസാരിക്കണമെന്ന് ആലോചിക്കാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ചില മീഡിയക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ രേണുവിനെ കുറിച്ച് പറയാമെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടാം, അച്ഛൻ അത് കത്തിക്കയറും, അച്ഛന് റീച്ച് കിട്ടും, നല്ലതാണെന്നൊക്കെ അച്ഛനോട് ചില ചാനലുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ആ ഒരു സംസാരമാണ് ഇവർ തമ്മിലുള്ള റെക്കോർഡ്, ആ കോൾ റെക്കോർഡിൽ അടങ്ങിയിരിക്കുന്ന അത് അച്ഛൻ വിവിക്ക് ഇട്ടുകൊടുത്ത വോയിസ് കറക്റ്റാണ്, അത് തന്നെയാണ് അതിനകത്തുള്ളത്. ഈ ചാനലുകാരും മീഡിയക്കാരും എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിയോ. അല്ലാതെ നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് വ്യക്തിപരമായിട്ട് പേഴ്സണലി ഒരു മനുഷ്യരും ആഗ്രഹിക്കത്തില്ല. അതിനെങ്കിലും മനസ്സിലാക്കി അത്ര നല്ലതായിരിക്കും. കാര്യം അച്ഛൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോഴും ഈ പറയുന്ന രേണുവിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോഴും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? മാക്സിമം റീച്ച് ഉണ്ടാക്കുക. ഇപ്പം തന്നെ മെയിൻ സ്ട്രീം ആണെന്ന് പറയുന്ന ചാനൽ പണ്ടത്തെ ആ അച്ഛൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എങ്ങാണ്ട് അവർ വീണ്ടും റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഈ മെയിൻ സ്ട്രീം ആണെന്ന് പറയുന്ന ചാനൽ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത് ആരുടെയാണ്? രേണുസുധിയുടെ ഇൻ്റർവ്യൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.